സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് എറണാകുളം ജില്ലാ ബോർഡും കേരള ലേബർ വെൽഫെയർ സൊസൈറ്റിയും കോമൺ സർവീസ് സെന്റർ മുണ്ടംവേലിയും ചേർന്ന് കുടിശ്ശിക അദാലത്തും ഓൺലൈൻ വിവരശേഖരണവും സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ക്ഷേമനിധി ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ MP അശ്വിൻ കുമാർ നിർവഹിച്ചു. തുടർന്ന് പുതിയ രജിസ്ട്രേഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ വിശദീകരണവും നടത്തി. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസും കേരള ലേബർ വെൽഫെയർ സൊസൈറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റിയും കോമൺ സർവീസ് സെന്റർ മുണ്ടംവേലിയും ചേർന്ന് സംഘടിപ്പിച്ച കുടിശ്ശിക അദാലത്തും ഓൺലൈൻ വിവരശേഖരണവും ക്ഷേമനിധി ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ MP അശ്വിൻ കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ വെൽഫെയർ സൊസൈറ്റി ജില്ലാ ചെയർമാൻ CA ജേക്കബിന്റെ അധ്യക്ഷതയിൽ പുതിയ രജിസ്ട്രേഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ വിശദീകരണവും പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണവും രജിസ്ട്രേഷനും നടത്തി. കുടിശ്ശികയായ 73 ക്ഷേമനിധി അംഗങ്ങളുടെ പുതുക്കൽ നടത്തുകയും 49 പേർ പുതിയതായി രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തു. 103 പേർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ചു നൽകി. ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയെക്കുറിച്ച് CSC ഡിജിറ്റൽ സേവാ കേന്ദ്രം കോർഡിനേറ്റർ ഷീന ജോർജ് വിശദീകരിച്ചു. പദ്ധതിയിൽ 62 പേർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു. ക്യാമ്പിൽ VK സ്റ്റാൻലി സ്വാഗതവും MJ ജെയ്സൺ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ എല്ലാവരും എത്തിയിട്ടില്ലെങ്കിലും അയൽവാസികളായിട്ടുള്ളവരും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടും പറയുക, ഈ 200 പേരിലുള്ളവരോടും അതുപോലെ പുതുതായിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും വലിയൊരു സമയമാണ്. പിന്നെ ഈ ബോർഡിനെ സംബന്ധിച്ച് നിലവിൽ ഒരു ആനുകൂല്യങ്ങളും പെൻഡിങ് ഇല്ല. കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വിളിക്കുന്നു, അതുപോലെ കാര്യങ്ങൾ എത്തിച്ചു. പിന്നെ അത് കൂടാതെ നമ്മുടെ CSC കാര്യങ്ങൾ നടത്തുന്ന ഷീനയോട് സംസാരിച്ചപ്പോൾ ഈ 1-2 പേര് ആവശ്യപ്പെട്ടിട്ടാണ് ഈ പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതി എങ്ങനെയാണെന്നും അതിൻ്റെ ആനുകൂല്യങ്ങൾ വേണമെന്നും പറഞ്ഞ 1-2 ആൾക്കാർ ഇവിടെ ഉണ്ട്. സംഘടനമാണ് ആദ്യമേ എനിക്ക് പോലും അറിയാൻ പാടില്ല ഇനിയിപ്പോൾ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ എന്ത് വേണം നമ്മൾ ചെയ്ത് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇതെല്ലാം വളരെ സ്പീഡായിട്ടാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇത് അറേഞ്ച് ചെയ്തത്. നമുക്ക് ഒരുപാട് സെറ്റപ്പ് ഉണ്ടെങ്കിലും ഇതെല്ലാം എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. പരിപാടിയുടെ ദിവസമൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വരും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞങ്ങളെയും കഴിഞ്ഞാൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു ചോദ്യം കൊണ്ട് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ നിലവിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.